കേരളത്തിലെ ആദ്യത്തെ ഡോം ഷേപ്ഡ് സിനിമ തിയേറ്റർ തുറന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നല്ലേ? സിമ്പിളായിട്ട് ഡോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നാളെ ഒരു പ്രോപ്പർ ഡോം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ തിയേറ്റർ ഞാൻ അങ്ങനെയല്ലല്ലോ എക്സ്പീരിയൻസ് ചെയ്തത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാനായിട്ട് പാടില്ല. അപ്പോൾ എന്താണ് ഈ ഡോം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ VR ഹെഡ്സെറ്റ് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ, അറിയാലോ, മറ്റേ കണ്ണിന് മുമ്പിലായിട്ട് ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ, അതായത് എല്ലാം നമ്മുടെ മുമ്പിൽ നടക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ഏതാണ്ട് അതേപോലത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഡോം തിയേറ്ററിനകത്ത് കിട്ടുന്നത്. പറയുവാണെങ്കിൽ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 180 ഡിഗ്രി വ്യൂ എങ്കിലും നമുക്ക് ഈ ഒരു ഡോം തിയേറ്ററിൽ കിട്ടും എന്നുള്ളതാണ്. വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഡോം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വലിയ നിരാശ ഉണ്ടാകത്തില്ല. നമ്മളൊരു വേറൊരു ലോകത്തിൽ നിന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങുന്ന ഒരു ഫീല് കിട്ടും. ഹാപ്പി അല്ലേ? അതാണ്. അപ്പോൾ ഇത് സാധ്യമാകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സ്ക്രീൻ വേണം. കാര്യം ഇതൊരു ഡോം തിയേറ്റർ ആണ്, ഡോമിന്റെ ഷേപ്പാണ്, അതായത് ഒരു അർദ്ധവൃത്തം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലത്തെ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സാധ്യമാകത്തുള്ളൂ. യെസ്, ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡോം ഷേപ്ഡ് സ്ക്രീൻ തന്നെയാണ്. ഇപ്പോൾ സ്ക്രീനിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു കാർപ്പറ്റിന്റെ മുകളിൽ നിൽക്കുന്ന പോലൊക്കെ ഉള്ളൊരു വിഷ്വലാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാർപ്പറ്റിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടും. സംഭവം നല്ല ഉഷാറായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇറങ്ങാൻ പറ്റുന്ന ഒരു തിയേറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊജക്ടേഴ്സ് വേണം, ഇല്ലാതെ ഇത് സാധ്യമാകത്തില്ല. അപ്പോൾ എന്ത് തരം പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഫിഷ് ഐ പ്രൊജക്ടേഴ്സ് അല്ലെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ പ്രൊജക്ഷൻ സിസ്റ്റമാണ് ഈ ഒരു ഡോം തിയേറ്ററിന് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കിടിലം എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊക്കെ കേട്ടൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലും ആദ്യമായിട്ടൊരു ഡോം തിയേറ്റർ തുറന്നു എന്നുള്ളത്. പക്ഷേ ഈ ഡോം തിയേറ്റർ എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വലിച്ച് നീട്ടനായിട്ടുണ്ട്. അതായത് ഡോം ഷേപ്ഡ് സിനിമ തിയേറ്റർ എന്നുള്ളൊരു പേരിലേക്ക് ഇതിനെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. കാര്യം ഞാൻ ഈ പറഞ്ഞ ഒരു ഡോം തിയേറ്ററും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പറയുമ്പോൾ രണ്ടും ഒരേ ഷേപ്പ് ആണെങ്കിൽ പോലും രണ്ടും രണ്ട് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മുടെ കേരളത്തിൽ തുറന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ തലസ്ഥാനം ട്രിവാൻഡ്രത്തെ പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പൂവാറിന്റെ കാര്യം അറിയാം, നല്ല ബെസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പൂവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനും ഫാമിലി ആയിട്ട് പൂവാറിൽ ഒരു റിസോർട്ടിലൊക്കെ പോയിട്ട് നിന്ന് സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിച്ചൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടുണ്ട്. അതിന് നമ്മൾ നേരെ ഈ ഒരു തിയേറ്ററിന് മുൻപിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നേരെ ഈ ഒരു തിയേറ്ററിലേക്ക് പോകുന്നു. തിയേറ്ററിന് മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സിനി കഫേ റെസ്റ്റോറൻറ്റ് സിനിപ്ലക്സ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഏറ്റവും മുൻപിലായിട്ട് കാണാനായിട്ട് പറ്റും. നേരെ നമ്മൾ അത് ക്രോസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്തായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേ ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. തൊട്ട് മുമ്പിൽ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതിന് വലതുഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡോം ഷേപ്ഡ് സിനിമ തിയേറ്റർ വരുന്നത്. ഇനി നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ അവിടെ തലപ്പാവൊക്കെ കെട്ടി മീശയൊക്കെ പിരിച്ചിട്ട് ഒരു ചേട്ടൻ നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. തൊട്ട് താഴെയായിട്ട് ചോട്ടു മഹാരാജ് സിനിമ എന്നും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴേ ഞാൻ നിൽക്കുന്നത് ഗുജറാത്തിലാണ്. എൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു തിയേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗുജറാത്തിൽ മാത്രമല്ല, അത്യാവശ്യം ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഇതേ എക്സ്റ്റീരിയർ, ഇതേ ഇൻറ്റീരിയർ, പറയുവാണെങ്കിൽ ഈവൻ AC-യുടെ ഷേപ്പ് പോലും ഇതേ ഡിറ്റോ തിയേറ്റേഴ്സ് നിങ്ങൾക്ക് ഇന്ത്യയുടെ പല പല ഭാഗങ്ങളിലായിട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രാഞ്ചൈസ് ബിസിനസ് ആണ്. ഇനി ഒന്ന് ലളിതമാക്കി പറയുവാണെങ്കിലേ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലായിട്ട് KFC, മക്ഡി പോലുള്ള ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നാറുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഔട്ട്ലെറ്റുകളുടെയൊക്കെ ഒരു പൊതു രൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സെയിം തന്നെയാണ്. ഫുഡ് മെനു നോക്കുവാണെങ്കിൽ അതും ഏതാണ്ട് ഡിറ്റോ തന്നെയാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ചിക്കൻ്റെ ടേസ്റ്റ് പോലും ചിലപ്പോൾ ഏതാണ്ടൊക്കെ സെയിം ആയിട്ട് വരാറുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കമ്പനികൾ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേ ടേസ്റ്റും ഇതേ മെനു ഒക്കെ തന്നെ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ട് തിയേറ്ററുകളുടെ കാര്യത്തിൽ ഈ ചോട്ടു മഹാരാജ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതും ഏതാണ്ട് ഇതേപോലത്തെ ഒരു സർവീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരാണ് ഈ ഒരു ചോട്ടു മഹാരാജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്.
നമ്മുടെ നാട്ടിൽ കാണുന്ന തിയേറ്റേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം ഒരു കോൺക്രീറ്റ് കെട്ടിടമായിരിക്കും. പക്ഷേ തീർത്തും വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ ഒരു തിയേറ്റർ വരുന്നത്. ഷേപ്പ് തന്നെ വേറെ രീതി, അതായത് ഡോം ഷേപ്പാണ് വരുന്നത്. അത് മാത്രമല്ല ഇവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FRP ആണ്, അതായത് ഫൈബർ റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ എന്ന് പറയും. നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ഫയർ പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മളൊരു കോൺക്രീറ്റ് കെട്ടിടം പണിയാനായിട്ട് എത്ര സമയം എടുക്കും? വർഷങ്ങൾ എടുക്കുന്ന തിയേറ്ററുകൾ വരെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു കമ്പനി പറയുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 തൊട്ട് 20 ദിവസത്തിനുള്ളിൽ ഇവർ ഈ ഒരു സാധനം വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതായത് ഇതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇവർ ഈ ഒരു തിയേറ്റർ റെഡിയാക്കി നമ്മുടെ കയ്യിൽ തരും കേട്ടോ. ഒരു 100 തൊട്ട് 150 സീറ്റ് വരെയൊക്കെ നമുക്ക് ഈ ഒരു തിയേറ്ററിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ട ഒരു മിനിമം സാധനം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു 5000 സ്ക്വയർ ഫീറ്റ് ലാൻഡ് നമുക്ക് സ്വന്തമായിട്ട് വേണം. സ്വന്തമായിട്ട് മീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വന്ന് ഇങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 3000 തൊട്ട് 5000 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു തിയേറ്റർ പണിഞ്ഞെടുക്കാനായിട്ട് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും എന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 ലക്ഷം രൂപ തൊട്ട് ഒരു 50 ലക്ഷം രൂപ വരെയൊക്കെ മിനിമം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തിയേറ്റർ നമ്മുടെ സ്വന്തമാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ റോയൽറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് പോകും, അത് വേറെ സത്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 ലക്ഷം രൂപ തൊട്ട് ഒരു 75 ലക്ഷം രൂപ വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് എന്ന് കിട്ടുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 തൊട്ട് 18 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കമ്പനി പറയുന്നത്. പക്ഷെ അത് ചെയ്ത് നോക്കിയവർക്ക് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മളെപ്പോലുള്ള കടുത്ത തിയേറ്റർ ആരാധകർക്ക് പറ്റിയ ഒരു തിയേറ്ററാണോ ഈ ഒരു ഡോം ഷേപ്ഡ് സിനിമ തിയേറ്റർ എന്ന് ചോദിക്കുവാണെങ്കിൽ അല്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം, നമ്മളൊരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പൊക്കെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഫുഡും കഴിക്കണം, അതുപോലെ തന്നെ നമുക്കൊരു പുതിയ സിനിമയും കാണണം. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ പറയുവാണെങ്കിൽ നമ്മളെ നാട്ടിലുള്ള തിയേറ്റേഴ്സ് ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് മാത്രമാണ് പറയുന്നത്. നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ചിലപ്പോൾ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കാര്യം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു തിയേറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം രണ്ടിനെയും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ രണ്ടും കൂടെ ഒരേ സമയത്ത് വർക്ക് ചെയ്യും എന്നുള്ളൊരു ബിസിനസ് ബുദ്ധി അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് നമുക്കും സന്തോഷകരമായുള്ള കാര്യമാണ്. കാര്യം കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് തുടങ്ങിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം, നേരെ തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് എടുത്തിട്ട് അകത്തിരുന്ന് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഉള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊരു കൗതുകമാണ്. കാര്യം ഇതുപോലത്തെ ഒരു ഷേപ്പ് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു. നമ്മളൊക്കെ മറ്റേ അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ പോലെ നമ്മൾ വണ്ടർലയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു തിയേറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ സ്പെക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു തിയേറ്റർ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അവർ ഈ ഒരു ഫീൽഡിലുണ്ട് കേട്ടോ. അപ്പോൾ പല തിയേറ്ററുകളിൽ നിന്ന് വരുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്രീൻ വളരെ ചെറുതാണ്, അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന സൗണ്ടിന് ഭയങ്കര എക്കോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ഇങ്ങനത്തെ കുറേ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്തങ്ങ് മാറ്റുക എന്നേ ഉള്ളൂ. കാര്യം നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു തിയേറ്റർ സ്ട്രക്ചർ അല്ലല്ലോ, ഇതൊരു ഡോം ഷേപ്ഡ് സിനിമ തിയേറ്റർ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഫാമിലി ഫണ്ണായിട്ട് ആ ഒരു രീതിക്ക് അങ്ങ് എടുത്തങ്ങ് കണ്ടു തീർക്കുക. എന്തായാലും നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം, പിന്നെ ഒരു പുതിയ സിനിമ കാണുമ്പോൾ ഇതുപോലൊരു തിയേറ്ററിലുള്ളൊരു നമ്മളിത് കാണുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിലും പക്ഷേ ഒരു പ്രോപ്പർ ഡോം തിയേറ്റർ നമുക്ക് പറയുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. അത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.